മൈ ഗൈസ്. അപ്പൊ എന്താ വർത്താനം ഉറക്കത്തിന്ന് കീശ എല്ലാവരും. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ ആണല്ലോ, വയനാടാണല്ലോ ലാസ്റ്റ് വ്ളോഗ് നിർത്തി വെച്ചത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ രാവിലെ നീച്ചു കുടുങ്ങളൊക്കെ ഉറക്കത്തിൽ നീച്ചോ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഉറങ്ങുന്ന ടീമിനെ നീപ്പിച്ചാൻ പോവാ. ഞാൻ അവിടെ കടന്നു. സാബുക്ക് ഇപ്പുറത്ത് കിടക്കണ്. ഹേ ബ്രോ, ഹേ ബ്രോ, ഹേ ബ്രോ, ഹേ ബ്രോ. എന്താ ബ്രോ? ഞാൻ ഇപ്പൊ നീച്ചിട്ടുള്ളൂ. ഇപ്പോഴല്ല, കുറച്ചേരായി. എന്താണ് ഉറക്കത്തിലാണല്ലോ ബ്രോ. അപ്പൊ ഗൈസ്, സാബ് ഉറക്കത്തിൽ നീച്ചിട്ടില്ല. പൂക്കി സാബു നീച്ചിട്ടില്ല. പിന്നെ പോര് ചെക്കൗട്ട് ചെയ്യണം. 12 മണിയായി ചങ്ങായി. 12 മണിക്കാ നീച്ചിന്. ബായ നമുക്ക് പൂളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഉണ്ടാവും, മൂടാവൂലേ? ഇന്ന് പോര് നീച്ചേ. അപ്പൊ ഗൈസ്, ഞങ്ങൾക്ക് ഇന്ന് ഇവിടുത്തെ പ്രോപ്പർട്ടി കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇന്നലെ നിന്ന പ്രോപ്പർട്ടി കാണിച്ചു തരാം. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ണ് ഇമ്പിക്കോളി. ജസ്റ്റ് എ ബോയ്, ജസ്റ്റ് എ ബോയ്, ജസ്റ്റ് എ ബോയ്. ഫുള്ളൊരു പാടം വൈബാണ്. പാടം, ഇവിടെ നിറച്ച് പാടം, അപ്പുറത്ത് മല, ഇവിടെ ഒരു പൂള്, പിന്നെ അവിടെ ജക്കൂസി ഉണ്ട്. അത് ജക്കൂസി ഞാൻ കാണിച്ചു. നമുക്ക് അപ്പുറത്തെ റൂമിൽ കൂടി പോവാം. ഇതാ, ഇതൊരു ജക്കൂസിയാണ്. ഇതിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചന്തിമലൊക്കെ അങ്ങനെ മസാജ് കിട്ടും. ചന്തിമല മസാജ് അല്ല, മൊത്തത്തിൽ നല്ലൊരു മസാജ് കിട്ടും. വെള്ളം കൊണ്ടില്ല മസാജ് ഇല്ല, ഇങ്ങനെ പൊതളം ഇങ്ങനെ ഇതാവില്ല. അങ്ങനെ ഉണ്ട് ജക്കൂസി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. അറിയുന്നവരുണ്ടെങ്കിൽ ഉണ്ടായിരുന്നോളി. അപ്പോൾ ഗൈസ്, അങ്ങനെയാണ് കാര്യങ്ങൾ. അവിടെ പാടത്ത് നിറച്ച് പശുക്കളുണ്ട്. നിറച്ചില്ല, ഒരു പശു അവിടെ നിന്ന് ഇതാക്കുന്നുണ്ട്. ഒരാൾ പാടത്ത് നിന്ന് വല ഇടുന്നുണ്ട്. അത് വല ഇടില്ലേ, സോറി, വിത്തിടുക, അങ്ങനെ എന്തോ പരിപാടിയാണ്. ഞാൻ എന്ത് മണ്ടനാ, പാടത്ത് എങ്ങനെ വല ഇടുക, പൊട്ടന. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് വയനാടാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങനത്തെ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നമുക്കൊരു കപ്പിൾസ് ആയിട്ടൊക്കെ വരാണെങ്കിൽ നല്ല കീഴിലെ ഒരു എക്സ്പീരിയൻസ് ആവും. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ അതിനിപ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒരു വ്ളോഗറുടെ വാതിൽ തുറക്കാനുള്ള ഇടങ്ങേറ് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ഒരു നോർമൽ വ്യൂ ആണ്. ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതൊരു ഫാമിലിക്ക് ആയിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ കോൺടാക്ട് ചെയ്താൽ ഇവിടെ നിന്ന് താമസിക്കാം. അപ്പോൾ ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നീച്ചിട്ട് ഇപ്പോൾ നമ്മളൊന്ന് ജക്കൂസിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ രാത്രി ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി നമ്മൾ മറ്റേ കാട്ടുകൂടി പോയല്ലോ, അതുകൊണ്ട് നമുക്ക് ഇന്നലെ ഇറങ്ങാൻ പറ്റില്ല. തിരിച്ചു വന്നപ്പോൾ 3-4 മണിയായിരിക്കും. പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ കടന്നുറങ്ങി, എല്ലാവരും ഉറക്കം വന്ന്. അപ്പോൾ നമ്മളിത് ഇറങ്ങാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇറങ്ങാനൊന്നും ഒരു മൂടൊന്നുമില്ല. നനയാൻ വെച്ച കുളിക്കട തന്നെ ഇഷ്ടമല്ല. പിന്നെ എന്താ വെച്ചാൽ ജീവിച്ച് പോകണ്ടേ, പിന്നെ എന്താ വെച്ചാൽ കണ്ടന്റ് ഒക്കെ വേണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണാണ്. ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യും. വെരി സാബും വാടാ. ഇതിലെന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ഇങ്ങനെ മസാജ് കിട്ടും. നമുക്ക് ചൂടുവെള്ളമാക്കണമെങ്കിൽ ചൂടുവെള്ളമാക്കാം, തണുപ്പുവെള്ളമാക്കാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ ആക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ജക്കൂസി. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് തന്നെ അറിയണോല് ഓൻ വലിയ പുറമാണിച്ച് പറഞ്ഞു വരണ്ട. അപ്പോൾ തണുപ്പുണ്ട് കേട്ടോ. അമ്മേ, ഞാൻ ഇറങ്ങാണ്. ഞാൻ എന്താ വെച്ചാലേ ട്രൗസറൊക്കെ ഇട്ടിട്ട് തന്നെ ഇറങ്ങണം. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി അടിപൊളിയാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റ് ആക്കണം. എനിക്ക് ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, വയറൊക്കെ ഉണ്ട് കുറച്ച്. പണ്ട് വയറുണ്ടായില്ല, പണ്ട് സിക്സ് പാക്ക് ആയിരുന്നു. ഇപ്പോൾ വയറൊക്കെയാണ്. അപ്പോൾ ഇനി വർക്കൗട്ട് ചെയ്ത് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെറും ഷെഡിമലൊക്കെ ഇറങ്ങും. അങ്ങനത്തെ ഒരു മൂടാവും. എടാ കടക്കണോ, ചന്തി തന്നെയും അല്ല, ഷെഡി കണ്ടിട്ടുണ്ട്. സാബ് വരുന്നില്ല. ഇതിൽ ശരിക്കും എത്ര ആൾക്ക് ഇരിക്കാം? എടാ വാണ്ടാ, തണുക്ക. ഗൈസ്, ഈ സാബിനെ പീഡിപ്പിക്കുകയാണ്. അതെ, ഓക്കെ. സത്യം പറയാലോ, ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. പിന്നെ യൂട്യൂബൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിലേ രാത്രിയൊക്കെ ഉള്ളത് നടക്കുക. ഇത് ചൂടാക്കണം. ഇതിപ്പോൾ തണുപ്പാണ്, ഇത് ചൂടാക്കിയിട്ടില്ല. പിന്നെ നല്ല സുഖം ഉണ്ടോ, അതായത് ബാക്കിൽ നിന്ന് ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ മസാജ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. നല്ല സുഖം. ചന്തിക്കും മുതുവിനൊക്കെ നല്ല മസാജ് കിട്ടുന്നുണ്ട്. നല്ല കിടില ജക്കൂസി കേട്ടോ, ലോക്കൽ ജക്കൂസി ഒന്നും നല്ല ജക്കൂസി തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ രാവിലെ നടക്കൂല, ഉച്ചക്ക് നടക്കൂല. ഇപ്പോൾ ഉച്ച സമയം, നട്ടുച്ചയാണ്, വയനാടാണ്, ഊറ്റൊന്നല്ല. ഇങ്ങനെ വെയിലിങ്ങനെ അടിച്ചു. പിന്നെ പോരാത്തതിന് നല്ല തണുപ്പാണ് വെള്ളം. മഴ ഉണ്ടെങ്കിൽ തണുക്കും. പിന്നെ ചൂടുവെള്ളമാക്കാൻ പറ്റും. രാത്രിയാണ് ഇത് സെറ്റ്. രാത്രി ഇറങ്ങും കപ്പിളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഭാര്യയും ഇവിടെ ഭർത്താവും അവിടെ കുട്ടിനെ ഉണ്ടെങ്കിൽ അത് വെച്ചോളി. ഗൈസ്, എന്തൊക്കെ ഇറങ്ങാറൊക്കെ വ്ളോഗർമാർക്ക്. ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് എടുത്ത് ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാമക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി കയറണം. ഇങ്ങനത്തെ ഒരു എന്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 2 വട്ടം ചെയ്യണം. ഈ ഇൻസ്റ്റഗ്രാമക്ക് എടുത്തോ. കുളിക്കണന്നെ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ഞാൻ അതുകൊണ്ട് ഇടക്കുള്ള കുളിച്ചല്ലേ. എന്താ ചെയ്യാ, ജീവിക്കണ്ടേ. ബ്ലോഗറായി പോയില്ലേ. ഇനിയിപ്പോ അങ്ങനെ ഇങ്ങോട്ട് ഉള്ളിൽ കയറാൻ പറ്റുമോ? തോർത്തു